അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും അമ്മയും കൂടെ ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഇത്തവണ ഓട്ടോ കിട്ടിയില്ല, അതുകൊണ്ട് കാൽനടയായിരുന്നു. നേരെ പോയത് ത്രെഡ് ചെയ്യാനാണ്. കാരണം ഞാൻ കുറച്ചായി ത്രെഡ് ചെയ്തിട്ട്. ഇത് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. ചെയ്ത് കഴിഞ്ഞപ്പോഴൊരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് തിരൂരിലേക്കാണ്. അമ്മയ്ക്ക് സാരിയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഫുഡ് മുഖ്യം ബിഗിലേ നേരെ പോയി ഫുഡ് കഴിച്ചു. ഒരു ഗ്രേപ്പിൻ്റെ ഫ്ലേവറുള്ള ലൈമും പിന്നെ ക്ലബ് സാൻഡ്വിച്ചുമാണ് കഴിച്ചത്. അമ്മയാണെങ്കിൽ ഇതാ കട്ട വെയിറ്റിംഗ് ആണ്. എൻ്റെ വീഡിയോ എടുപ്പ് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതാ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി ഞാൻ നമ്മുടെ നാട്ടിലത്തെ ഈ ബർഗർ, ഷവർമ അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് തിരൂരുള്ള ഫാമിലിയിലേക്കാണ്. അമ്മയ്ക്ക് സാരി വാങ്ങണം എന്ന് പറഞ്ഞു. ഇത്രയും സാരി ഒരുമിച്ച് കണ്ട സമയത്ത് ഞാൻ ഇതിൽ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അമ്മ. അവിടെയുള്ള ചേച്ചിയാണെങ്കിൽ ഇനി അതിൽ കാണിച്ചു കൊടുക്കാനൊന്നും ബാക്കിയില്ല. പിന്നെ അമ്മ അവസാനം ഏതൊക്കെയോ സെലക്ട് ചെയ്തു. ഞാനാണെങ്കിൽ അവിടെ കട്ട പോസ്റ്റായിരുന്നു. പിന്നെ അവിടെയുള്ള ഡ്രസ്സൊക്കെ വായി നോക്കി ചുമ്മാ അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മ ഇതുവരെ സ്റ്റുഡിയോ കണ്ടിട്ടില്ല എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. നേരെ വിട്ടു സ്റ്റുഡിയോയിലേക്ക്. ഈ സ്റ്റുഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ അനിയൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കയറിയ ഉടനെ തന്നെ നടന്നു വരുന്നത് എൻ്റെ അനിയനാണ്. ഞങ്ങളവിടെ എത്തിയ സമയത്ത് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അവൻ ഫ്രീ ആയിരുന്നു. അപ്പം പിന്നെ അവനിതാ അമ്മേനെ കൊണ്ടുവന്ന് എല്ലാ ഫ്ലോറും കാണിച്ചു കൊടുത്തു. ഞാനാണെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് മിറർ സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ ഇറങ്ങിയ സമയത്ത് പുറത്ത് നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി ഞങ്ങൾ അതിനകത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ കുറച്ച് നേരം അവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്നു. ബസ് വന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.